പാർത്ത കുംഭമേള എന്ന് കേൾക്കുമ്പോൾ കുറെ സുഡാപ്പികൾക്ക് ഭയങ്കര കഴപ്പാണ്. കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് ഇവന്മാര് കാണിക്കുന്ന ഈ കഴപ്പ് തീർക്കൽ കണ്ടാൽ കുംഭമേള എന്ന് കേൾക്കുമ്പോഴുള്ള ഇവന്മാരുടെ ഒരു തിളപ്പ് നമുക്ക് മനസ്സിലാകും. എന്താ കുംഭമേള എന്ന് കേൾക്കുമ്പോൾ ഈ സുഡാപ്പികൾക്ക് ഇത്ര കഴപ്പ് വരുന്നത്? അത് ഈ കുംഭമേള എന്ന് മാത്രമല്ല, ഭാരതത്തിലെ ഹിന്ദു സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട എന്ത് സംഗതികൾ വരുമ്പോഴും അതിനടിയിൽ വന്ന് കുറേ പുരോഗമനം പറയുന്ന കുറേ ആളുകളുണ്ട്. അവരാണ് ഈ പറയുന്ന സുഡാപ്പികൾ. ആരാ പറയുന്നത് അത് ആലോചിക്കണം. അതായത് 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകൻ്റെ പ്രയാസങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെ എത്തീസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ആക്രമിക്കുന്നുണ്ട്. ആ ആക്രമിക്കുന്നതിന് അവരോട് മറുപടി പറയാൻ പറ്റാതെ വരുമ്പോൾ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മറുപടി പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ സനാതനവുമായി ബന്ധപ്പെട്ട് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ആചാരം വരുമ്പോൾ അതിനടിയിൽ വന്ന് ഈ പുരോഗമനം കാണിക്കുക. നേരെ മറിച്ച് അതെ, അവരുടെ ഭാഷയിൽ ഇത് പുരോഗമനമാണ്. അതായത് ഹിന്ദു വിമർശനമാണ് പുരോഗമനം. അത് ഇവിടുത്തെ കമ്മി സുഡാപ്പി കൊങ്ങികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. BJP പോലും കാര്യമായിട്ട് അതിലൊന്നും ഒരു നിയമ നടപടിയോ അല്ലെങ്കിൽ വലിയ പരാമർശങ്ങളോ ഒന്നും കേരളത്തിലെ BJP പോലും നടന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇവിടെ അവർക്ക് സമയമില്ല. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ തമ്മിൽ തല്ലി തീർക്കാനുള്ള സമയം പോലും ഇല്ല. അതെ, ഇവിടെ ഒരു കാര്യമുണ്ട്. അതായത് ഈ പർദ്ദ ധരിച്ച ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ, ഹിജാബിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് അത് സ്വാതന്ത്ര്യമാണ്, അത് ആ പുരോഗമനം ഇവിടെ വേണ്ട എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പറയുന്നത്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു സംസ്കാരമാണ്. ഹിന്ദുവിൽ ഒരുപാട് ആചാര രീതികളുണ്ട്, ഒരുപാട് മതങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. കാരണം മതം എന്ന് പറയുന്നത് വൈഷ്ണവ മതം ഉണ്ടായിരുന്നു, ശൈവരുണ്ടായിരുന്നു, ഈ പറയുന്ന ജൈനരും ബുദ്ധരും ഒക്കെ ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. ഈ കുംഭമേളയിൽ ഹിന്ദു മതം മാത്രമല്ല പങ്കെടുക്കുന്നത്, അതുകൂടെ നമ്മൾ ആലോചിക്കണം ആദ്യമായിട്ട്. അപ്പം ഈ തരത്തിൽ ഒരു പലവിധ ആചാരങ്ങളുള്ള ചില ആളുകൾ ബലി നൽകിക്കൊണ്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. ചിലർ പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. കൗളാചാരമുണ്ട്, വാമാചാരമുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള സ്രോതസ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ്, അതായത് ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനാണ്, അതായത് പ്രപഞ്ചമാണ്. ഈ ബ്രഹ്മം എന്ന് പറയും, നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്ന ആ ശക്തിയിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ മാത്രമാണ് ദേവതകൾ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. സിഖ് മതക്കാർക്ക് എന്തുണ്ട്? ഈ പറയുന്ന പോലെ തലപ്പാവ് ധരിക്കാനുള്ള അധികാരമുണ്ട്. അവർക്ക് ഹെൽമെറ്റ് വെക്കണ്ട. എന്തുകൊണ്ടാണ്? അവരുടെ നിയമത്തെ, അവരുടെ മത നിയമത്തെ നമ്മൾ അത്രയധികം ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. നിർബന്ധമായിട്ടും അവർക്ക് തലപ്പാവ് വെച്ചേ പറ്റുള്ളൂ എന്ന അവരുടെ മത നിയമത്തിൽ ലിഖിതം ചെയ്തിട്ടുള്ളത്, അതായത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ സന്യാസിമാർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. സന്യാസിമാരിൽ തന്നെ പല വിധത്തിൽപ്പെട്ട സന്യാസിമാരുണ്ട്. നാഗ സന്യാസിമാരുണ്ട്, അതുപോലെ തന്നെ അഘോരിമാരുണ്ട്, അതുപോലെ പല ആളുകൾ പല രീതികളിൽ ആരാധിക്കുന്ന ആചരിക്കപ്പെടുന്ന പല വിഭാഗം സന്യാസിമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ തരത്തിൽ ഈ കുംഭമേള എന്ന് പറയുന്നത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് സന്യാസിമാർ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. അതിൽ ഈ പറയുന്ന 45 കോടി ജനങ്ങളാണ് മൊത്തത്തിൽ വരുന്നത്. 45 കോടി ജനങ്ങളാണ് അതില്. ഈ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അവിടേക്ക് വരുന്ന ഈ മഹാരാഷ്ട്ര ജൽഹാറിൽ നിന്ന് കുംഭമേളയ്ക്ക് എത്തുന്ന ഭക്തരെ സൂറത്തിൽ നിന്ന് ചാപ്രയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കണ്ണാടി, ഈ കുംഭമേളയ്ക്ക് വരുന്ന സന്യാസിമാരും ആളുകളും ഇരിക്കുന്ന ട്രെയിനിന്റെ കണ്ണാടി ചില്ലെറിഞ്ഞുടച്ചു എന്ന് പറയുന്ന ഒരു ഇത്, ട്രെയിൻ ആക്രമിക്കാൻ പോലും ഇവർ മടിച്ചില്ല എന്ന് പറയുന്നൊരു കാര്യം പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴപ്പങ്ങ് മൂത്ത് നിൽക്കുക. മാത്രമല്ല, യോഗി ഉത്തർപ്രദേശിൽ നിന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ ചെയ്തു. ഒരു കാരണവശാലും ഈ കുംഭമേളയെ ഞങ്ങൾ അനുവദിക്കില്ല, യോഗി എന്ത് ചെയ്താലും ഞങ്ങൾ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് സുഡാപ്പി അവസാനം കരയുന്നത് കണ്ടു. മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഇത് വഖഫിന്റെ ഭൂമിയാണ് കുംഭമേള നടക്കുന്ന സ്ഥലം, അതുകൊണ്ട് ആരും അങ്ങോട്ട് പോവരുത് എന്നുള്ള കാര്യം കണ്ടു. ഇതുപോലൊക്കെ തന്നെ പല പ്രശ്നങ്ങളാണ് ഇവരുണ്ടാക്കുന്നത്. അപ്പോൾ ഈ നാഗസന്യാസിമാരും അതുപോലെ അഘോരികളും ഉപരിയായി പല തരത്തിലുള്ള ദിഗംബരന്മാർ, അങ്ങനെ പല ആളുകളുണ്ട്. അതിൽ ദിഗംബര സന്യാസിമാര് നഗ്നരായിട്ടാണ് ജീവിക്കുന്നത്. അവർ പറയുന്നത് പോലെ അവർക്ക് നഗ്നരായിട്ട് ജീവിക്കാനുള്ള അവകാശം ഇവിടുത്തെ ഭരണഘടന അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആ സന്യാസ രൂപത്തിൽ പോകാം. ജൈന സന്യാസിമാർ നഗ്നരായിട്ടാണ് നിൽക്കുന്നത്, അവർക്കും അതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുണി ഉടുക്കുക എന്ന് പറയുന്നത് ഞാൻ പറയാം, നമ്മുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ സാമൂഹ്യമായ ഇടപെടലിന്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഈ തുണിയും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. സ്പിരിച്വാലിറ്റിയിൽ ആത്മീയതയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് തുണിയോ പണമോ അല്ലെങ്കിൽ ധനമോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ഒന്നുമില്ല. അവർ അവരുടെ കമ്മ്യൂൺ രീതിയിൽ മാത്രം ഈശ്വരനിൽ മാത്രം ലയിച്ചു പോകുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു നിയമവും ഇവിടെ ഇല്ല. മാത്രമല്ല അവർക്കൊക്കെ അനുകൂലമായ നിയമമാണ് ഉള്ളത്. സന്യാസിമാരൊന്നും ആരെയും ഒന്നും ചെയ്യുന്നില്ല. ഈ ദിഗംബരന്മാരോ അഘോരിമാരോ അല്ലെങ്കിൽ നാഗസന്യാസിമാരോ ഒക്കെ ആരെയെങ്കിലും പിടിച്ച് ബലാത്സംഗം ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കാരണവശാലും കേൾക്കില്ല. സന്യാസിയെ ചുട്ടുകൊന്നുവെന്നും ഗോദ്രയിലെ കലാപത്തിൽ സന്യാസിമാരെ ചുട്ടുകൊന്നും നമുക്ക് കേൾക്കാം. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഒരുപാട് അഘോരിമാരെ വെടിവെച്ചു കൊന്നു എന്ന് നമുക്ക് കേൾക്കാം. അല്ലാതെ ഇവരാരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഭരണഘടന കൊടുത്തിരിക്കെ തന്നെ നമ്മളുടെ ഭാഷയിൽ നമുക്കതൊരു മോശമായിട്ടൊക്കെ തോന്നുമെങ്കിലും അവരുടെ ആത്മീയതയുടെ രീതിയിൽ അവർക്കതൊരു പ്രശ്നമല്ല. അവർ ഈ പോകുന്നത് പോലെ അവർ നമ്മുടെ മുമ്പിൽ വന്ന് നഗ്നതാപുരുഷം നടത്താനോ നമ്മുടെ അശ്ലീലപരമായ പരാമർശങ്ങൾ നടത്താനോ ഒന്നും അവർ നിൽക്കില്ല. അവരവരുടെ കാര്യം ചെയ്ത് പോവുകയാണ്. ഇവിടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൻ്റെ കുംഭമേളയെക്കുറിച്ചുള്ള വാർത്ത കൊടുത്തതിൻ്റെ അടിയിൽ വന്നിട്ട് കേരളത്തിലെ സുഡാപ്പികൾ, ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയ സുഡാപ്പികൾ കേരളത്തിനുള്ളത്, സുഡാപ്പികളുടെ കമൻ്റാണ്. ഈ നിസു മുഹദ് എന്ന് പറയുന്ന ഒരു സുഡാപ്പിയുടെ കമൻ്റാണ്. ഹണി റോസിൻ്റെ വസ്ത്രധാരണം കണ്ടോ എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്ത സംഘികളൊക്കെ ഉണ്ട്. ആ സംഘികൾ മാത്രമാണല്ലോ ക്ലാസ് എടുത്തത്, സംഘികളാണ് എന്ന് മൂപ്പരങ്ങ് തീരുമാനിച്ചതാണ്. അപ്പോൾ അതിന് ചില മറുപടികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളറ അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു മഹാൻ പറയാണ്, 21-ാം നൂറ്റാണ്ടിലും ബുദ്ധി തെളിയിക്കാത്ത മന്ദബുദ്ധികൾ. പറയുന്നത് ആലോചിക്കണം. വെള്ളറ അബ്ദുൽ കരീം, ഞാൻ ഇവന്റെ പേര് കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം മത വിശ്വാസിയാണ്. അവന്റെ ഈ പറയുന്ന എന്താണ് സുന്നത്ത് കർമ്മവും പർദ്ദയും 6-ാം നൂറ്റാണ്ടിലെ പിന്നെ ഭോഗവും ഒക്കെ ഉണ്ടല്ലോ, ഈ ഭോഗത്തെ ഒന്നും പറയാതെ അവിടെ ഹൂറികളും മദ്യപ്പടി അതൊന്നും പറയാതെ 21-ാം നൂറ്റാണ്ടിന്റെ കാര്യം പറയണം. അവൻ 6-ാം നൂറ്റാണ്ടിലെ പുസ്തകം എടുത്താ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിന്നെ ഇങ്ങനെ തന്നെ ഇതിന് താഴോട്ട് പോകുമ്പോൾ നികുതിപ്പണം കൊണ്ടൊരു ദൂർത്ത് എന്ന് സശക് എന്ന് പറയുന്ന ഒരു ചങ്ങായി പിന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. റമീസ് OSM എന്ന് പറയുന്ന ഒരു മഹാൻ കമന്റ് ചെയ്തത് ഈ രാജ്യം അഭിമാനമാണ് എന്ന പരിഹാസ രൂപത്തിലുള്ള കമന്റ്. അക്കു പള്ളിപ്പാടി എന്ന് പറയുന്ന ഒരു ആൾ കമന്റ് ചെയ്തിരിക്കുകയാണ്. കുംഭമേളയും പറഞ്ഞ് ഉത്തരേന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ, വീടുകൾ തകർക്കരുത്, സ്ഥലങ്ങൾ സാധനങ്ങൾ കൊള്ളയടിക്കരുത്, അപേക്ഷയാണ്. സംഘികൾ കഞ്ചാവ് അടിക്കുന്നതൊക്കെ കൊള്ളാം, അത് സ്വന്തം ശരീരത്തിൽ നിൽക്കണം, മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാതിരിക്കുക. സംഘികൾ തന്നെ ഓരോ പ്രശ്നം ഉണ്ടാക്കിയത് മറ്റുള്ളവരുടെ തലയിലിട്ട് വർഗീയ കലാപം ഉണ്ടാക്കരുത്. അതായത് കുംഭമേളയ്ക്ക് പോകുന്ന ആളുകളെല്ലാം സംഘികളാണ്, ഈ പറയുന്ന സന്യാസിമാരെല്ലാം സംഘികളാണ്, ഈ പുറത്തു നിന്ന് വരുന്ന ആളുകളെല്ലാം സംഘികളാണ് എന്ന നിലയിലാണ് കാണുന്നത്. മനസ്സിലായല്ലോ? സംഘികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഹിന്ദു മത വിഭാഗത്തിലെ വിശ്വാസികളാണ്. അത് കറക്റ്റ് ഈ കമന്റിലൂടെ പറയുന്നുണ്ട്. ഈ BB അലി എന്ന് പറയുന്ന ഒരു ID എന്ന് വന്നിരിക്കുന്നത്, ജ്യോതിപ്രിയ കോണകം പോലും ഇല്ലാത്തവരുണ്ടല്ലോ സിസ്, പാവം കോണകം ഇട്ടേക്കുന്നതാണ്. അതായത് ഇവർക്ക് ഈ ഡ്രസ്സുമായി ബന്ധപ്പെട്ട ഇതിനാണ്. റമീസ് OSM, രാജ്യം അഭിമാനം. അതെ, അതിന് താഴെയുണ്ട് ഖാലിദ് KKയുടെ കമന്റ് ഉണ്ട്. ഈ പോക്ക് പോയാൽ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ രാജ്യത്ത് നിന്ന് അധികം വൈകാതെ അപ്രത്യക്ഷമാകുമെന്നും പറയുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഏറ്റവും രസകരമായ ഒരു പേര്, ലിംഗം പോയ പാമ്പാട്ടി. നല്ലൊരു അടിപൊളി മനോഹരമായ പേരാണ്. ആ പേരിലുള്ള പുള്ളി പറയുന്നത് മറ്റു മതങ്ങളുടെയും മതമില്ലാത്തവരുടെയും കൂടി നികുതി പണം കൊണ്ട് ഒരു മേള, അതായത് മേള നടത്തുന്നു എന്നാണ് പറയുന്നത്. ഈ പറയുന്നത് പോലെ ഈ കുണ്ടിമേള എന്ന് പറയുന്നത് തെറ്റാണ്, ദ്വയാർത്ഥ പ്രയോഗമൊന്നുമല്ല, ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതെ, ഈ കാണിക്കൽ മേള രാജ്യത്തിനും നാട്ടുകാർക്കും എന്ത് ഗുണം? രൂപയുടെ മൂല്യം അങ്ങ് അത്യുന്നതങ്ങളിൽ എത്തി. അല്ലെങ്കിൽ തന്നെ ഇൻസ്റ്റ മുഴുവൻ പാജീസ് ട്രോൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതും കൂടിയാകുമ്പോൾ തീരുമാനമാവും. നൗഫൽ സലാവുദ്ദീൻ്റെ കമൻ്റാണ്. ചില വിദേശ രാജ്യങ്ങളിൽ നിന്ന് ന്യൂഡ് ബാച്ച് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യം അവർക്കൊക്കെ എത്രയോ മുകളിലാണ്. ഭക്തിയിൽ ആറാടുമ്പോൾ നഗ്നത മറക്കുന്നു. മുഹമ്മദ് സാലിഖ് പറയുന്നു, ഇനി നാട്ടുകാർ ഈ കുട്ടികൾ മാത്രം മൊത്തം ഈ നാട്ടുകാർ ഈ കുണ്ടികൾ മൊത്തം കാണേണ്ടായി കുറച്ച് ദിവസം. അതെ അതെ, ഇതുപോലെ ഇങ്ങനെയുള്ള ഇവിടെ തുണി ഉടുത്തതിന്റെ കേസ് നടക്കുക, അവിടെ തുണി ഉടുക്കാതെ നടക്കുവാന്ന്. ഹക്കിം മക്കാറിന്റെ ഒരു കമന്റ് ഉണ്ട്. നഗ്നത മറക്കാത്ത ആൺ പെൺ സന്യാസികളും പൊതുജനങ്ങളും പങ്കെടുക്കുന്ന കുംഭമേള നടത്തുന്ന നാട്ടിൽ ഹണി റോസിന്റെ ഡ്രസ്സ് കോഡിനെ പറ്റി പറയാൻ രാഹുൽ ഈശ്വറിന് എന്ത് അവകാശം? രാഹുൽ ഈശ്വർ ആരാ? കുംഭമേളയുടെ ബ്രാൻഡ് അംബാസഡർ? എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ ഷാരി മുഹമ്മദ് എന്ന് പറയുന്ന വേറെ റഫീഖ് CK എന്ന് പറയുന്ന ഒരാളിട്ടിട്ടുണ്ട്. ഒന്ന് ജട്ടി ഇട്ടൂടെ മലരുകളെ, ലോകത്തിന്റെ മുന്നിൽ നാണം കെടുത്താൻ നല്ല വസ്ത്രമിട്ട് നടന്നാൽ പ്രശ്നമില്ലാതെ നടന്നാൽ ഒരു പ്രശ്നവുമില്ല. ഈ പട്ടിക്കാട്ടങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്ത് തന്നെ. അതെ, റഫീഖ് CKയുടെ കമൻ്റാണ്. മലരുകളെ എന്നടക്കമാണ് വിളിച്ചിട്ടുള്ളത്. സന്യാസിമാർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇതിൽ. ഫറൂഖ് എന്ന് പറയുന്ന ഞങ്ങളുടെ കമൻ്റ് ഉണ്ട്. ഈ സംഭവം തന്നെ
കുണ്ടിമേള തന്നെ എന്നാ പാർത്തൻ കണ്ട പരലോകം അത് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതവിടെ അതെ, അതെന്തിനാണ് ആ പേര് കൂടെ അതിനകത്ത് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ഞാൻ ഈ കുംഭമേളയ്ക്ക് പോകുന്ന അങ്ങോട്ട് പുള്ളി തെറ്റിദ്ധരിച്ചു വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. അപ്പോൾ ഇങ്ങനെ സുനീർ കൊടുവള്ളിയിലെ സുനീറിന്റെ ഒരു കമന്റ് ഉണ്ട്. കോണകം വരെ ഉടുക്കാതെ ആണിന്റെ മാനം കളയാൻ ഓരോ ജന്മങ്ങൾ. അങ്ങനെ തുടങ്ങി നിസാം ചാലിൽ പോയി, അങ്ങനെ എന്താണ് റിസ് അർഷി, അങ്ങനെ 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 പോയി 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 ഇത് ഒരുപാട് ആളുകളുണ്ട്. അബ്ബാസ് ഒജീൻ. അപ്പം ഇത് വായിച്ചു കഴിഞ്ഞാൽ തീരില്ല. അപ്പൊ അതുകൊണ്ട് ഈ കമന്റുകൾ കംപ്ലീറ്റ് ഒരു ഹൈന്ദവ പാരമ്പര്യത്തിന്റെ ഏറ്റവും അതെ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന ഒരു ഒരു എന്താണ് ഒരു ആരാധനാ സമ്പ്രദായത്തെ കുറിച്ച് ഇവർ പറയുന്ന വാക്കുകളാണിത്. ഇതിൽ കമന്റ് ഇട്ടവർ ഭൂരിഭാഗവും ആരാണ്? മുസ്ലിം സമുദായ അംഗങ്ങളാണ്. നല്ല മുസ്ലിങ്ങളായിരിക്കില്ല, സുഡാപ്പികളാണ്. ഇവർക്ക് എന്താണ് ഇത് പറയാനുള്ള അർഹത എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് ഈ ഇതുണ്ടല്ലോ, അതായത് കുംഭമേള എന്ന് പറയുന്നതിനെ പറ്റി ഒരു കാര്യം കൂടി, മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ അപമാനം എന്ന് പറയുന്നുണ്ടല്ലോ, ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കുംഭമേളയെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് സർവകലാശാല, അങ്ങനെ തുടങ്ങി പല സർവകലാശാലകളിൽ നിന്നായിട്ട് 124ഓളം പിന്നെ ഗവേഷകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്, 45ഓളം കോടി ജനങ്ങൾ എങ്ങനെ വന്ന് നിൽക്കുന്നു, ഇവരിലെ പിന്നെ ഇതിലെ സ്പിരിച്വൽ വശങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും ആളുകൾ എങ്ങനെയാണ് വന്ന് ചേരുന്നത് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ പറയുന്നുണ്ടല്ലോ ഈ നികുതി പണം കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. ശബരിമലയും ഈ പറയുന്ന ഹജ്ജ് പോക്കും ഒക്കെ ഇവിടെ ഏർപ്പാടായി കൊടുക്കുന്നത് നികുതി പണം കൊണ്ടല്ലേ? അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഈ നികുതി മാത്രമല്ല, ഹജ്ജ് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കുംഭമേള കൊണ്ട് നമ്മൾ 30,000 കോടി രൂപയാണ് കുംഭമേളയ്ക്ക് വേണ്ടി മുടക്കുന്നത്. തിരിച്ചെത്രയാണ് കിട്ടുന്നത്? 20 ലക്ഷം 30 ലക്ഷം കോടി രൂപയാണ് തിരിച്ചിങ്ങോട്ട് വരുമാനമായി വരുന്നത്. മനസ്സിലാക്കണം, 30 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്ത് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നികുതി പണത്തിൻ്റെ എത്രയോ 1000 ഇരട്ടി തിരിച്ചു പിടിക്കുന്ന ഒരു മേളയെ പറ്റിയാണ് ഇത്തരം പറയുന്നത്. മാത്രമല്ല ഒന്നുകൂടി പറയാം, നമ്മുടെ ഭരണഘടന ഇവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കുന്ന കാലത്തോളം, ആ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാലത്തോളം, ഇവിടുത്തെ സനാതനധർമ്മം ഇരുകൈയും നീട്ടി ഇസ്ലാം മതത്തെയൊക്കെ സ്വീകരിച്ച ആ ഒരു ചരിത്രം പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ ഇരുന്ന് വിമർശിക്കുന്ന സുഡാപ്പികളോടാണ് ഇസ്ലാം മതത്തിനോട് എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷെ സുഡാപ്പികളെ ഇങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇവരുടെ വാക്കുകൾക്ക് മറുപടി ഇങ്ങനെ തന്നെ പറയണം. മാത്രമല്ല ഈ ഹണി റോസിന്റെ പരാതിയിലൊക്കെ കേസെടുക്കുമ്പോൾ ഇത്തരക്കാർക്കെതിരെ കൂടി കേസെടുക്കാനുള്ള ധൈര്യം ആര് കാണിക്കണം? കേസ് കൊടുക്കാനുള്ള ധൈര്യം ചിലരും കാണിക്കണം, കേസ് എടുക്കാനുള്ള ധൈര്യം പിണറായി ഗവൺമെന്റും കാണിക്കണം. തീർച്ചയായിട്ടും.